എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സി ക്ലാസ് കരിമീൻ തേങ്ങ അരച്ച് അമ്മിക്കല്ലിൽ അരച്ച് നല്ല മൂവാണ്ടം മാങ്ങായിട്ട് വെച്ച ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ്. നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന കരിമീൻ ലഭിക്കുന്ന ഒരു പുതിയ ഷോപ്പാണ് ഫിഷ് ബൂത്ത് എന്ന് പറയുന്നത്. ചീപ്പുങ്കല കഴിഞ്ഞിട്ട് കൈപ്പഴമുട്ടിൻ്റെ ഇടയിലായിട്ട്, കറക്റ്റായിട്ട് പറഞ്ഞാൽ പോളക്കളം ബാറിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ. കരിമീൻ്റെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ A+, A, B, C എന്നീ ഗ്രേഡുകളിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിയത് B ക്ലാസ് കരിമീനാണ്. ഞാൻ വാങ്ങുന്ന ടൈമിൽ അതിന് 320 രൂപയായിരുന്നു. അപ്പോൾ ഇതാണ് കുമരകം കരിമീൻ, ഒറിജിനൽ കുമരകം കരിമീൻ. ഞാൻ ചെന്ന ടൈമിൽ ഒരുപാട് കരിമീൻ കൊണ്ടുവന്നൊരു സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ ഗ്രേഡിലുള്ള കരിമീൻ്റെയും വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അധികം രാവിലെയൊക്കെ ചെല്ലുവാണെങ്കിൽ ഒരുപാട് കായൽ മത്സ്യങ്ങൾ കിട്ടുമെന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള, അധികം വിലയില്ലാത്ത കൂരി, പുല്ലൻ എന്നിങ്ങനെയുള്ള മീനുകളൊക്കെ രാവിലെ ചെല്ലുവാണെങ്കിൽ കിട്ടുമെന്ന് അവിടെ പറഞ്ഞു. ഞാനപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ചെന്നത്. അപ്പോൾ ഇതാണ് ചീപ്പുങ്കൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം. അപ്പോൾ കട പുതിയതായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റിലേ ആണ് ഇവിടുന്ന് മേടിക്കാൻ ചെന്നത്. നല്ല കടൽ, കായൽ, നാടൻ മത്സ്യങ്ങളെല്ലാം മിതമായ വിലയ്ക്ക് അവിടുന്ന് കിട്ടും. പക്ഷേ ഞാൻ കൂടുതലും ഇവിടുന്ന് വാങ്ങുന്നത് കായൽ മത്സ്യം തന്നെയാണ്. നല്ല പിടയ്ക്കുന്ന കരിമീൻ കിട്ടുമ്പോൾ നമ്മൾ എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത് അല്ലേ. ഇപ്പോൾ എവിടെ നിന്ന് മീൻ വാങ്ങിയാലും നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. ഞാൻ ലേറ്റായിട്ടാണ് മീൻ വാങ്ങാൻ പോയത്, അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്താണ് വാങ്ങിച്ചത്. പിന്നെ വീട്ടിൽ വന്ന് ഒന്ന് വാഷ് ചെയ്തെടുത്തു. അപ്പം ഇതാണ് നമ്മുടെ B ക്ലാസ് ഗ്രേഡ് കുമരകം കരിമീൻ കേട്ടോ. ഈ ഒരു വലിപ്പത്തിലാണ് B ഗ്രേഡ് കരിമീൻ. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടിയുള്ള കൂട്ടൊന്ന് തയ്യാറാക്കാം. തേങ്ങായും മഞ്ഞൾപ്പൊടിയും കൂടെ വെച്ച് അമ്മിക്കല്ലിൽ അരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മിക്കല്ലിൽ അരച്ച് വെക്കുന്ന കറിക്ക് പറയാനാവില്ല, നല്ല പരമ്പരാഗത ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് നല്ല പാടായിരുന്നു ഗൈസ്. ബാക്കി ഞാൻ അമ്മേനെ ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ അമ്മിക്കല്ലിൽ അരച്ചുള്ള കരിമീൻ കറി ആയതുകൊണ്ട് ഇതും കൂടി ഒന്ന് വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് വെച്ചു. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് നമ്മളിത് മൂവാണ്ടം മാങ്ങ ഇട്ടാണ് ഈ കറി വെക്കുന്നത്. മാങ്ങ ഇട്ട് മീൻകറി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ അടുപ്പത്ത് ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായപ്പോൾ കറിവേപ്പിലയും ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തു. 2.5 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അടുപ്പിലെ ചൂട് ഭയങ്കരമായതുകൊണ്ട് ഞാൻ ചട്ടി മാറ്റി വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. ഗ്യാസ് പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ തേങ്ങ അരച്ചതും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്തു. അരച്ചതിൻ്റെ കുറച്ച് കല്ലൊക്കെ കഴുകി വെച്ചിരുന്ന വെള്ളം അതും കൂടെ കുറച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. കരിമീൻ അധികം വേവില്ലാത്തത് കൊണ്ട്, അതായത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ആയതുകൊണ്ട് സാധാരണ മീനിനെ പോലെ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടിയേ ഉള്ളൂ പിന്നെ ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ. അപ്പം വീണ്ടും ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു കണക്കനുസരിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പുളി ഇട്ട് വെച്ച മീൻകറിയാണോ അതോ മാങ്ങ ഇട്ട് വെച്ച മീൻകറിയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? പ്രത്യേകിച്ച് കരിമീൻ വെക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ കരിമീൻ ഇവിടെ അടിപൊളിയായിട്ടിരിപ്പുണ്ട്. അടുപ്പിലെ തീ വീണ്ടും നന്നായിട്ട് കത്തുന്നുണ്ട്. നമ്മുടെ ചാറ് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ചാറിലേക്ക് നമുക്ക് ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം. അധികം പുളി കരിമീൻ കറിക്ക് നല്ലതല്ല, നമുക്കും അധികം പുളി ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന ഇത്രയും മാങ്ങായി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു മാങ്ങയുടെ ഫുള്ളൊന്നും എടുത്തിട്ടില്ല. അധികം മീനിലേക്ക് പുളി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ലാതെ വരില്ലേ. അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് പുളിയുള്ളൂ സാധാരണ കറികൾക്കൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് കരിമീൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ പീസ് കരിമീനും ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കരിമീൻ കറി വെക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ആത്മാർത്ഥതയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മീൻ തന്നെയാണ് കരിമീൻ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടെയാണ് ഓരോ പീസും എടുത്തിടുന്നത്.
അപ്പോൾ ദേ എല്ലാ പീസും ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വേണ്ട, അതും കൂടെ കറിയിലേക്ക് ഇടാമെന്ന് തീരുമാനത്തിൽ ദേ ബാക്കിയും കൂടെയൊക്കെ ഇങ്ങനെ ഇടുക കേട്ടോ. ഫ്രൈ ചെയ്യുന്ന അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ദാ വീണ്ടും ഒന്ന് തീയൊക്കെ ഒന്ന് ഊതിക്കൊടുത്ത് അങ്ങനെ ഞാൻ ഇനി ഒന്ന് മാറിയിരിക്കാമെന്ന് വെച്ചിട്ടിരിക്കുവാണ്. നമ്മുടെ ഗ്യാസ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്തിട്ടൊന്ന് മാറിയിരിക്കാം. പക്ഷേ നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയും പിന്നെ വേറെ ഒന്നും നമ്മൾ പോകുന്നില്ലെങ്കിൽ കൂടുതലും നമ്മൾ അടുപ്പിൽ തന്നെയാണ് കേട്ടോ വെക്കാറ്. മൂവാണ്ടമാങ്ങ ഇട്ട് വെച്ച കരിമീൻ കറിയാണ് കേട്ടോ ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പുളിയുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ കരിമീനെ പെട്ടെന്ന് പുളി പിടിക്കും. അതുകൊണ്ട് കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ. ഇന്നത്തെ നമ്മുടെ കരിമീൻ കറി ബി ക്ലാസ് കരിമീനാണ് കേട്ടോ. ബി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഇടത്തരമായിരിക്കും. സി എന്ന് പറഞ്ഞാൽ തീരെ ചെറുതായിരിക്കും. എ പ്ലസ് ഭയങ്കര വലുതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ 3 ടൈപ്പ് കരിമീനും ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ബി ക്ലാസ് ആണ് നമ്മൾ വീഡിയോയിൽ എടുത്തിരിക്കുന്നത്. അമ്മിക്കല്ലിൽ അരച്ചത് കൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. മിക്സിയിൽ അരയ്ക്കുന്ന പോലെയല്ല, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. അത് നമ്മൾ രുചിച്ച് മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ കരിമീൻ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് നല്ല ആവശ്യമുള്ള പുളിയുണ്ട് കേട്ടോ. സെറ്റായിട്ടുണ്ട് നമ്മുടെ കറി. ഒരു പാല്, കുറച്ച് ഗ്രേവിയും കൂടെ ഇങ്ങനെ വെച്ച് മാങ്ങ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് കരിമീനെ, അയ്യോ നല്ല ചൂട്. കുമരൻ കരിമീൻ പിന്നെ മോശമാവും. പിന്നെ ഇത് ഇതിനകത്തുണ്ടല്ലോ കൈ കൊള്ളുന്ന മൂവാണ്ട മാങ്ങ. സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.